ഹലോ ഗൈസ്, എന്താ പറയുക, ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം തന്നെ എനിക്ക് എൻ്റെ ഒരു മടി മാറ്റിയെടുത്തു എന്നുള്ളൊരു സ്വയം തോന്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്, പക്ഷേ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കാരണം ടൈം ഒരുപാട് വൈകിപ്പോയി കണ്ടാൽ മനസ്സിലാവും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം, കൂടുതലൊന്നും പറയില്ല. ലെറ്റ്സ് ഗോ. അതായത് 1 വർഷം മുന്നേ ഞാനൊരു ഇൻട്രോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 2 വർഷം മുന്നത്തെ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും സമയമില്ലാണ്ടായിക്കണം എൻ്റെ ലൈഫിൽ. സമയമില്ലാത്തവരെ തോന്നുന്നതായിരിക്കും മടി, അതായിരിക്കണം. സമയമൊക്കെ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഹൈ ഗൈസ്, ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു വീഡിയോ ഏകദേശം 1 വർഷം മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്, പക്ഷേ ഒഴുകിപ്പോയി. എന്നുവെച്ചാൽ അറിഞ്ഞുകൂടാ, ഓരോരോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം സമയം വഴുകിപ്പോയി. അങ്ങനെ ഇപ്പോൾ ഞാൻ എടുത്തിട്ട് കാലം കുറേയായി. എന്നിട്ട് ഇപ്പോഴാണ് ഞാനിതൊരു ഇൻട്രോ എടുക്കണത്. ഇത് എപ്പോഴാണ് ഇടുകയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇൻട്രോ എടുത്ത സ്ഥിതിക്ക് ഇനി കുറച്ച് കാലം കൊണ്ട് ഇടുമായിരിക്കും. ഇൻട്രോ എടുത്തത് രൂപം വേറെ, അന്നത്തെ രൂപം വേറെ. അപ്പോൾ എന്തായാലും എന്താ പറയുക, വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക, അത്ര തന്നെ. എനിക്ക് വേറൊന്നും, എനിക്ക് ആ ഒരു ടച്ചൊക്കെ പോയി എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് അറിയാണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് തിരക്കിലായതുകൊണ്ടാണ്. എന്തായാലും ശരി, വീഡിയോ കണ്ടിട്ട് ബാക്കി അഭിപ്രായം പറഞ്ഞാൽ മതി. ബൈ. എനിക്ക് കാണാണ്ടെന്ന് അറിയില്ല. ഇപ്പൊ സമയം ഇത് കേക്ക്, ഞാൻ പറയട്ടെ സംഭവം. 3:48. ഞങ്ങൾ 3 മണിക്ക് ഇറങ്ങുമെന്ന്, കറക്റ്റ് 3 മണിക്ക് ഇറങ്ങും പ്ലാൻ ചെയ്താണ്. പക്ഷെ അറിയാലോ, ബൈ ചാൻസ് അങ്ങനെ ഉണ്ടാവും. അപ്പോ പറ്റുന്നുണ്ട്. ഞാനിപ്പോ നല്ലൊരു സ്ഥലത്തേക്ക് പോകും. എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്ന്. ഞാൻ അതിന്റെ എക്സൈറ്റ്മെന്റിലൊക്കെയാണ്. നിങ്ങളൊക്കെ ഫ്ലൈറ്റ് കയറിയല്ലേ? ജാസർ കയറിയില്ല? ജാസറില്ല, നിങ്ങൾ കയറിയല്ലേ? എങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ്? ഒന്ന് ഫ്രണ്ടിക്ക് വരും, തന്നെ കാണില്ല അതില്. അവന്റെ പറച്ചിലാട്ടം കഴിഞ്ഞ മാസം ഇറങ്ങിയതാണ്. 4ാം ക്ലാസ് പഠിക്കാൻ പോയതാണ്. 10ാം ക്ലാസ്. ഓക്കെ, 10ാം ക്ലാസ്സില്, ഒരു 7ാം ക്ലാസ്സില്. സംഭവം നെറ്റുന്നുണ്ടാവില്ല അല്ലേ ബ്രോ? ഞാനൊരു എത്ര നേരടാ നെറ്റില്ലാണ്ട് ജീവിക്കണ്ട്? ഓൾമോസ്റ്റ് 1 ഡേ നെറ്റില്ലാണ്ട് ജീവിക്കണം ഗായ്സ്. 15 മണിക്കൂറല്ല, വൈകുന്നേരം അവിടെ എത്തുള്ളൂ. അപ്പോ ഫിലിം ഒന്നും ബോറടിക്ക്. പക്ഷെ എന്താ പറയാ, കണ്ടന്റോ? എന്തായാലും നമുക്ക് നോക്കാം. ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്ലൈറ്റിൽ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും നമുക്ക്? മൊബൈലോ? ഈ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല? ഓ ഗൈസ്, പെട്ടിയിലൊക്കെ. അല്ല, ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല. അതല്ലേ? ആരോട്? പെർമിഷൻ ചോദിച്ചോ? ശരിയാ, നമ്മള് ആദ്യമായിട്ട് പോലെ. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങളിപ്പോ ഇന്റർവ്യൂ കണ്ടിട്ട് ഞാനും ഭർത്താവായതാണ്. അല്ല, അന്ന് കോപ്പറൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. എന്തായാലും ഇനിയിപ്പോ അടുത്ത ഭാഗങ്ങളിലേക്ക് പോവാം. ബൈ. ഞാനേ പോണ എന്നെ കൊണ്ട് ഒരു വണ്ടി എടുക്കണം. എന്താ ഇങ്ങനെ എന്റെ ഒരു ആഗ്രഹമല്ലേ, ഞാൻ അവിടെ പോയി പറ്റില്ല ഷാബാസേ. അതെ, ഞാൻ അവിടെ ഒരു വണ്ടി തല്ലി പൊളിക്കുക. അത് പൊളിക്കോ? സ്പോയിലറാണ് ഗൈസ്, ഡോണ്ട് ഡു. അപ്പൊ സംഭവം ഞാൻ തന്നെയാണ് പറഞ്ഞത് എനിക്ക് ഓടിക്കണം എന്ന് പറഞ്ഞ. കാരണം ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ അപ്പൊ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഈ കുണ്ടും കുഴിയുള്ള റോഡ് അത് നമ്മൾ മിസ് ചെയ്യും. കുണ്ടും കുഴിയുള്ള റോഡ് ഇവിടെ തന്നെ ഗൈസ്, കുണ്ടും കുഴിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യും. നിങ്ങൾ എങ്ങനെയും പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുണ്ടും കുഴി മാക്സിമം ചാടിച്ചിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ ലൈഫ് പോയി ഗൈസ്. കാരണം കുണ്ടും കുഴിയുള്ള റോഡ് കേരളത്തിൽ മാത്രമേ കിട്ടുള്ളൂ. വേറെ എവിടെ പോയാലും കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതെ, മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. വെളിച്ചൊക്കെ വന്നിട്ടാ പ്ലേ സംഭവം കുറച്ച് ദൂരമുള്ളൂ, പക്ഷെ പെട്ടെന്ന് രാവിലെ പോലെ. പിന്നെ എന്താ സംഭവിച്ചാല് ഭയങ്കര ടയേർഡാണ് ഗൈസ് ഞാൻ. കാരണം അവിടെ അതെ അവരൊക്കെ ഞങ്ങളുടെ കൂടെ വരുന്നവരായിരിക്കട്ടെ. ഇപ്പൊ മറ്റേ സ്റ്റുഡന്റ് ആ സംഭവം ഉണ്ട്. അങ്ങനെ എന്താ സംഭവിച്ചാല് അങ്ങനെ എന്താ സംഭവിച്ചാല് ഇതാ ഇവിടെ നമ്മുടെ ഇവനെ ഓർമ്മ ഉണ്ടോ ഗൈസ് നിങ്ങൾക്ക്? ഞാൻ കാരണം ഒരു പെണ്ണെറ്റാനാട്ടാ, പുറത്തറിയാൻ പാടില്ല അത്.
അങ്ങനെ ഇന്നലെ സെന്റർ ലോക്ക് ഇന്നലെ ഇത് കേക്ക് ഞാൻ മുണ്ടാണ്ടിരിക്കോ പറയട്ടെ അൻസില് ഓടി കഴിച്ച് പെണ്ണ് പറഞ്ഞപ്പോ ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടല്ല ഇവൻ ഉറങ്ങിക്കണ് ഞാൻ വണ്ടി ഓടിക്കാനുള്ള അതെ അപ്പൊ അതാ ഹെയ്റ്റ് ലൈറ്റ് ഓഫ് ഒക്കെ ഉണ്ടാ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞങ്ങള് മറ്റവനും ഉറങ്ങിയിട്ട് എടുത്താൻ പിന്നെ ഞാനും 2-3 പേര് ഉറങ്ങിയിട്ടില്ല ഉറങ്ങാത്തോണ്ട് ഗായ്സ് കിളി പോയിരിക്കുകയാണ് കണ്ണൊന്നും പ്രശ്നമില്ലെങ്കിലും നല്ല കിളി പോയിരിക്കുക ഗായ്സ് ഞാനപ്പോ അങ്ങനെ എയർപോർട്ടിലെത്തി മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് എടാ ഈ ഫ്ലൈറ്റ് കയറിണ്ടല്ലേ മറ്റോടത്ത് വരുമ്പോ എങ്ങനെയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാ കയറി ഒരു അതൊക്കെ എന്താ ചെയ്യാന്ന് അറിയില്ല ഇല്ല സൈത്താനൊക്കെ അറിയാലോ അപ്പൊ വന്നു കഴിഞ്ഞാ സെറ്റാക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഹായ് അമീൻ ഹലോ ഇവിടെ എല്ലാരും വന്നിട്ടുണ്ട് ഇരിക്കാനൊക്കെ അപ്പൊ ഇതാണ് ആഷിക്ക് നമ്മള് പരിചയപ്പെടുത്തിയിട്ടില്ല പിന്നെ നമ്മുടെ പിള്ളേര് വേറെ 2 പിള്ളേര് ഇവിടെ പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എടാ ഒന്ന് കരയടാ എന്തെങ്കിലും ഇങ്ങനെ ഇതൊന്ന് കരയോ പ്ലീസ് കരയടാ ഇതെന്ത് കരച്ചില്ല ഇത് പോസ്റ്ററിൽ മാത്രമുള്ളതാണ് ഗൈസ് ഇവരൊന്നും കരയണില്ല എന്താ ഞാൻ പോണവന് ഇവർക്ക് വലിയൊരു വിഷമില്ലേ ഒന്ന് വിഷമിച്ചൂടാ ഞാൻ പോണേന് ഒന്നുമില്ല ഞാൻ ഞങ്ങളുടെ ഫ്രണ്ടല്ലേ എനിക്കൊന്ന് കരഞ്ഞൂടെന്ന് ഓഹോ ഞാൻ പോണേന്റെ സന്തോഷത്തിൽ അതൊക്കെ അറിയാം ഇവന് മാത്രമേ വിഷമം ഉണ്ടാവുള്ളൂ അതൊക്കെ അറിയിടുമ്പോ തന്നെ ഒറിജിനലായിട്ട് ഞങ്ങൾ പോവുകയാണ് സൈത്താനുണ്ട് അവിടെ ഞങ്ങളുടെ അവിടെ സൈത്താൻ്റെ ഫാമിലി ഉണ്ട് ഇവിടെ എൻ്റെ ഫാമിലി ഇല്ല ഇവിടെ എൻ്റെ ഫാമിലി ആരെങ്കിലും ഉന്തിത്താടാ ഒന്നും കൊടുക്കറാ സൗണ്ട് ഇതൊക്കെ ഇനി കട്ട് ചെയ്തിട്ട് ഇടുവോ അങ്ങനെ ഗായ്സ് നമ്മളെ ആദ്യത്തെ പൂവാണ് ആദ്യത്തെ ജയിത്താന്റെ പോലെ എന്താ പറയാ കോട്ടിടാൻ പഠിക്കുന്നത് കണ്ട ഒരു എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഇതെന്താ വിൻഡോ സീറ്റ് എനിക്ക് ഈ സൈറ്റ് എനിക്ക് അവൻ്റെ വിൻഡോ സീറ്റ് എനിക്ക് ശരിക്കും സീറ്റ് അവൻ വിൻഡോ സീറ്റ് വന്ന് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അവിടെ നിന്നിട്ടുള്ള വ്യൂ ഒക്കെ എങ്ങനെയാണ് നല്ല രസം ഫ്ലൈറ്റ് ഇങ്ങനെ പതുക്കെ മൂവി ഉണ്ട് ഇപ്പോൾ ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം രസം കിട്ടും ഇവിടെ അതെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ബൈ എക്സൈറ്റഡ് ആണ് ഗൈസ് വർക്ക് എപ്പോഴാണ് അറിയില്ല വർക്കൊന്നും നമുക്ക് എടുക്കാം കേട്ടോ അടിപൊളിയായിരിക്കും ലെറ്റ്സ് ഗോ ഐ ലൈക്ക് ഇറ്റ് ചെവിയൊക്കെ അടഞ്ഞു ഗൈസ് പറഞ്ഞ പോയി കിളി പോകുന്നുണ്ട് ഞങ്ങൾ ആകാശത്തെത്തി പറന്നില്ലേ ഓക്കെ പറന്ന് ഗൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്
സ്റ്റാർട്ടിങ് പോലെ അത് കാണുന്നുണ്ട്, പക്ഷെ അതാണ് പൊന്നാനിന്ന് ആ മാപ്പ് നോക്കിയപ്പോൾ അറിയണത്. ആ കാണി കോട്ടയക്കനാലും കോയമ്പത്തൂരൊക്കെ സെറ്റാ. ഫസ്റ്റ് ഫ്ലൈറ്റ് ഐ ലൈക്ക് ഇറ്റ്. കൊള്ളാം. ചങ്ങരിക്കും മരുഭൂമിയാണത്. والأجهزة الإلكترونية الأخرى لمزيد من المعلومات يرجى قراءة بطاقة تعليمات السلامة الموجودة في جنب المقعد أمامكم. شكرا എന്ത് ടേക്ക് ഓഫ് ആയിട്ടില്ലല്ലോ. ആകാശത്തിന്റെ മുകളിലാണ്. നാട്ടിലത്തെ പോലെ ഉണ്ടല്ലേ? അതല്ലേ. ഞങ്ങളെ ഫ്ലൈറ്റ് ഇറങ്ങി ഗൈസ്. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പെട്രോൾ അടിക്കാൻ നിർത്തിക്കുക. പെട്രോൾ ഒക്കെ ഇവിടെ ഒന്നും ആരുമില്ല. നമ്മളിവിടെ വന്നിട്ട് ആ സാധനം എടുക്കുന്നു, ഇതിലടിക്കുന്നു. ഇതാ പെട്രോൾ അടിച്ച എമൗണ്ട് അവിടെ ആള് പേ ചെയ്യാൻ പോയിട്ടുണ്ട്. നമ്മുടെ നെടുമ്പാശ്ശേരിയിലൊരു ചേട്ടനാണ്. അപ്പോൾ ഇത് കൊള്ളാലോ, കുഴപ്പമൊന്നുമില്ല. അതിൽ പിന്നെ അവിടെ ഉണ്ടോ സ്റ്റാർബക്സ് ഇരിക്കുന്ന നോക്കിയാൽ. നമ്മുടെ അതിൽ കെട്ടിയ കഴിച്ച സ്റ്റാർബക്സാണ്. ഇവിടെയൊക്കെ നോർമലാ, ചെറിയൊരു കടയിൽ. ആ ബ്രോയാണ് നമ്മുടെ ബ്രോ. ഓ മൈ ഗോഡ്. ഓരോ പേസ് ഓഫ് ലൈഫ്. ഞാൻ ഈ ക്യാമറ എടുക്കുമ്പോഴാണ് ഞാൻ ഓർക്കുക ഞാൻ ചില വീഡിയോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. എന്തൊക്കെ പോലെ അടച്ചിരുന്നേ കാണാൻ. അപ്പോ വീഡിയോ അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഞാൻ എന്തത് ഒരു ഈ സമയത്ത് നമ്മൾ ഓരോ സ്റ്റൈലിൽ പിടിക്കണ്ടേ. ആക്ച്വലി ക്യാമറയുടെ കുഴപ്പം തോന്നുന്നുണ്ട്. കണ്ണാടി നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ക്യാമറയിൽ നോക്കുമ്പോഴാണ് ഒരു ഇവിടെയൊക്കെ ഭയങ്കര തടിയുള്ള പോലെ. പക്ഷെ കണ്ണാടിയിൽ നോക്കുമ്പോൾ അത്ര തടിയൊന്നുമില്ല. എന്നാൽ ക്യാമറയിൽ നോക്കുമ്പോൾ മുഖത്തിന് നല്ല വീർപ്പുണ്ട്. അത് ഈ സെറ്റപ്പ് മാറ്റാൻ പറ്റുമോ? കണ്ണാടി ഓക്കെ, ക്യാമറ നോട്ട് ഓക്കെ. ഐ ഡോണ്ട് നോ. അപ്പോൾ അതാണ് വീഡിയോ. സെയിം ഡ്രസ്സല്ലേ, പക്ഷെ ലുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ എഡിറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം കൂടി യോജിപ്പിക്കണ പരിപാടി അത് ചെയ്ത് കഴിഞ്ഞു അറ്റ്ലീസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഔട്ട്ഡ്രോ എന്താ വെച്ചാൽ അവസാനിപ്പിക്കേണ്ട പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് അപ്ലോഡ് ചെയ്യാൻ ഞാൻ സമയം എടുക്കും. ഞാൻ അവിടെ എത്തിയിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. അതിൻ്റെ ഞാൻ രണ്ടോടെ നാട്ടിലേക്ക് വന്നു, വേറെ എങ്ങടേക്കോ ട്രിപ്പ് പോയി. അപ്പോൾ ഒരുപാട് ഇതിൻ്റെ പേര് മൈ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10-50 ഫ്ലൈറ്റ് ഞാൻ അല്ലാണ്ട് കയറി ഇറങ്ങിയിട്ടുണ്ടാവും ഇതിനിടയിൽ. അപ്പോൾ എന്താ പറയുക, ഒന്നും പറയാനില്ല. താങ്ക് യു ഫോർ വാച്ചിങ്, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇത് അപ്ലോഡ് ചെയ്യണത് എന്നായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അത് ഔട്ട്ഡ്രോ ഉണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷെ ഇനി മെയിൻ ഇൻട്രോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യണതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ചെയ്തിട്ട് നേരെ കുത്തിക്കയറ്റിയിട്ട് അപ്ലോഡ് ചെയ്യാച്ചിട്ടാണ്. എന്തായാലും ഞാൻ തിരിച്ചെടുത്തിട്ട് അപ്ലോഡ് ചെയ്യണല്ലോ. ഇപ്പോൾ വീണ്ടും മടിയല്ല, ലൈക്ക് എന്താ പറയുക, ഇപ്പം ചെയ്യേണ്ടെന്നുള്ളത് മനസ്സ് തോന്നുന്നു. പിന്നെ അവിടെ തന്നെ ചെയ്യാൻ വിചാരിച്ചു. കുറച്ചുകൂടി ഫ്ലൈറ്റിൻ്റെ എണ്ണം കഴിയട്ടെ, അതാകുമ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റിനൊരു കുറച്ചുകൂടി ഗുമ്മുണ്ടാവുമല്ലോ.